പണ്ട് പക്ഷേ പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നൊരു ഇച്ചാലി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. സിനിമ ഇപ്പോഴും ഇഷ്ടം. അതല്ല, സിനിമയുടെ ലോകവുമായി കണക്റ്റഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സിനിമ നടക്കുന്നിടത്തേക്ക് ഞാനും അതിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞ് അതിപ്പോഴുണ്ട്. അത് ചാൻസ് വയ്ക്കലല്ലേ, അതിപ്പോഴുണ്ട്. അതൊക്കെ ചാൻസ് വയ്ക്കൽ പരിപാടികൾ, അല്ലെങ്കിൽ നമ്മൾ സിനിമക്കാരെ പോയി കാണുക, അതൊക്കെ ഇപ്പോഴും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എൻ്റെ വീട്ടുകാരോട് വെച്ച് ബാക്കിയെല്ലാം ചാൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ 1-2 പേരെ, കാരണം ഞാൻ അഭിനയിക്കാത്ത, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഷൈജു കാലത്തിനാണ് ഞാൻ വിളിച്ചത്. ഷൈജു കാലത്തിനാണ് ഞാൻ പറഞ്ഞത് കാര്യം വെച്ചാൽ, എനിക്ക് വേഷമില്ലാഞ്ഞിട്ടോ സിനിമയില്ലാഞ്ഞിട്ടോ അല്ല, നിങ്ങളെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഷൈജു ഒരു സിനിമയിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ. അതെല്ലാം സൗഹൃദത്തിന്റെ ലോകത്ത് നിന്നുള്ള ആൾക്കാരെയാണോ കോണ്ടാക്ട് ചെയ്യുക, നേരത്തെ വർക്ക് ചെയ്തവരെ? അല്ലെങ്കിൽ ഷൈജുനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ എനിക്കറിയാം, എന്നെ അറിയാം. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുത്തിട്ട് എന്ത് ഷാദിക്കാന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ അൻവർ റഷീദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അമൽനീരത്തിൻ്റെ കൂടെ ആഷിഖിനെ വിളിച്ചു. അപ്പോൾ ആഷിഖിനൊക്കെ വിളിച്ചിട്ട് ഞാൻ ആഷിഖ് എനിക്കൊരു പടം ചെയ്യണ്ട എന്നും ഞാൻ പറയും, ചോദിക്കും. അത് നമ്മളൊരു ആഗ്രഹം. അപ്പം സിനിമ അവരെ കൂടെ, അവരൊക്കെ സിനിമയിൽ നല്ല രസകരമായ സിനിമകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിലും ഞാൻ അഭിനയിക്കാത്ത ഒരുപാട് സംവിധായകരുണ്ട്, എന്നെ അഭിനയിപ്പിക്കാത്ത ഒരുപാട് അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്താത്ത, അല്ലെങ്കിൽ അവർക്ക് അത് ഓപ്ഷൻസ് ആട്ടോ. ഞാൻ ഒരാൾ ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ അവരെന്നെ അവഗണിക്കുന്നു എന്നുള്ളൊരു ചിന്തയെ എൻ്റെ ഉള്ളിൽ വരുന്നില്ല. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയത്തിലോ എനിക്ക് പകരം ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആവറേജ് ആക്ടറാണെന്നുള്ള നല്ല ബോധ്യമുണ്ട് എനിക്ക്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളപ്പോൾ അവരുടെ എന്തൊക്കെയായാലും നമ്മൾ കംഫർട്ട് സോണിലിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അവരുടെ കംഫർട്ട് സോണിലുള്ള ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം, എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഒരു രീതികൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അത് പൈസ ആഗ്രഹിച്ചിട്ടോ, അല്ലെങ്കിൽ സിനിമ അയ്യോ ഞാൻ നിരാശ ഇനി എന്താ ചെയ്യുക, ഒരു വേഷമെങ്കിൽ അങ്ങനെയല്ല ഏട്ടാ. അങ്ങനെ ചോദിച്ച കാലത്ത് നിന്ന് ഞാൻ മാറിയിട്ട് അങ്ങനെ മാറി. ഇപ്പം എനിക്ക് സിനിമ അത്യാവശ്യം സിനിമ വരുന്നുണ്ട്. ഇനി നല്ല സിനിമകൾ, നല്ല നമ്മൾ വർക്ക് ചെയ്യാത്ത സംവിധായകരോട് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ അത് ആ അയച്ചാലി ഇപ്പോഴും ഉണ്ട്, അയച്ചാലി പരിചയം വിട്ടതല്ല, അയച്ചാലി ഉണ്ട് അല്ലേ.